കർണാടകയിൽ 400 വീടുകൾ ഒറ്റ രാത്രി കൊണ്ട് ബുൾഡോസറുകൾ കയറ്റി തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെയാണ് ബുൾഡോസർ രാജ്യമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും രംഗത്തെത്തിയിരിക്കുന്നത്. 4 JCBകളും 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരും ഇടിച്ചു നിരത്താനായി ഇരച്ചെത്തിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തെരുവിലായത് 3000ഓളം മനുഷ്യരാണ്. യലഹങ്കയ്ക്ക് സമീപമുള്ള കൊഗിലു ഗ്രാമത്തിലെ ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്നിവിടങ്ങളിലെ മനുഷ്യരെയാണ് അനധികൃത കയ്യേറ്റമാരോപിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഒരു സർക്കാർ തെരുവിലിറക്കിയത്. വർഷങ്ങളായി സ്വപ്നങ്ങൾ നെയ്ത് സന്തോഷത്തോടെ അവർ താമസിച്ചിരുന്ന വീടുകൾ യന്ത്രക്കയ്യാൽ തകർക്കപ്പെടുന്നത് നിസ്സഹായരായി ആ മനുഷ്യർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കയറി വന്ന അധികാരഗർവിനു മുന്നിൽ സർവവും നഷ്ടപ്പെട്ട് നോക്കി നിൽക്കാനേ ആ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധിച്ചുള്ളൂ. ആധാർ, വോട്ടർ ID മുതലായ രേഖകളുള്ള മനുഷ്യർ പക്ഷേ അധികാരികൾക്ക് മുന്നിൽ അവകാശങ്ങളില്ലാത്തവരായി മാറി. ഗർഭിണികളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ശാരീരിക അവശതകളുള്ള മനുഷ്യരെ പോലും പരിഗണിക്കാതെയാണ് പുലർച്ചെ 4 മണിക്ക് ബുൾഡോസർ രാജ്യം കുടിയൊഴിപ്പിക്കലും അരങ്ങേറിയത്. വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും എടുത്തു മാറ്റാൻ പോലും സമ്മതിക്കാതെയാണ് തണുപ്പത്തേക്കും മഴയത്തേക്കും കൈക്കുഞ്ഞുങ്ങളുമായി ഈ മനുഷ്യർ വലിച്ചെറിയപ്പെട്ടത്. പാവപ്പെട്ടവരുടെ കൂരയ്ക്ക് നേരെ ഉയരുന്ന ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിന് സമാനമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ കുടിയൊഴിപ്പിക്കലും. സമ്പന്നരെ സംരക്ഷിക്കുകയും പാവപ്പെട്ടവരെ ക്രൂശിക്കുകയും ചെയ്യുന്നതിൽ BJPക്ക് സമാനമാണ് കോൺഗ്രസ് എന്നാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതികരണവും. മതിയായ പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ തകർത്ത നടപടിക്കെതിരെ ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. തകർക്കപ്പെട്ട വീടുകൾക്ക് മുന്നിൽ താൽക്കാലിക ഷെഡുകൾ കെട്ടി പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. വാരിപ്പെറുക്കിയെടുക്കാൻ പോലും ഒന്നും ബാക്കി വയ്ക്കാതെ തകർക്കപ്പെട്ട വീടുകളിരുന്നിടം അവർക്കിനി പോരാട്ട ഭൂമിയാണ്.